ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമുക്കിന്ന് ഉത്രട്ടാതി നക്ഷത്രമാണല്ലോ. നമുക്ക് അവരുടെ ഒരു റീഡിംഗ് എടുത്തു നോക്കാം. ഇന്നത്തെ ദിവസം അവർക്ക് എങ്ങനെയായിരിക്കും, അവരുടെ പേഴ്സണാലിറ്റി, ബേസിക്കലി അവരുടെ ഒരു നേച്ചർ എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ മോർണിംഗിൽ അവർക്ക് എങ്ങനെയായിരിക്കും, ആഫ്റ്റർനൂൺ അവർക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. അതിനു മുമ്പ് ഇന്നത്തെ രാഹുകാലം 9 മണി തൊട്ട് 10:30 വരെ, ഗുളികൈ 6 തൊട്ട് 7:30 വരെ, യമകണ്ഠം 1:30 തൊട്ട് 3 മണി വരെ. ഓക്കെ, ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നും പറയാറുള്ള പോലെ ഇന്നത്തെ റീഡിംഗ് കുട്ടികൾക്കുള്ളതല്ല. നമുക്കപ്പോൾ ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ഇന്നത്തെ എന്താണ് അവരുടെ ബേസിക് ആയിട്ടുള്ള എങ്ങനെയായിരിക്കും അവരുടെ ഇന്നത്തെ ദിവസം എന്നുള്ളത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ എന്നും ചെയ്യാറുള്ള പോലെ മേജർ ആർക്കാന കാർഡ്സ് മാറ്റി വെച്ചിട്ടുണ്ട്, മൈനർ ആർക്കാന കാർഡ്സും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇന്നത്തെ ബേസിക് ആയിട്ടുള്ള അവരുടെ ഒരു ബിഹേവിയറൽ പാറ്റേൺ എന്താണെന്ന് അറിയാൻ വേണ്ടി മേജർ ആർക്കാന കാർഡിൽ നിന്ന് ഒരു കാർഡ് ഞാൻ ചൂസ് ചെയ്യാം. ഇത് അവരുടെ ഇന്നത്തെ പേഴ്സണാലിറ്റി ആയിരിക്കും. അതിനുശേഷം ഈ മേജർ ആർക്കാന കാർഡ്സ് ഈ ബാക്കിയുള്ള മൈനർ ആർക്കാന കാർഡ്സിൻ്റെ കൂടെ വെച്ച് ഞാനൊന്ന് ഷഫിൾ ചെയ്യാം. അപ്പോൾ ഞാൻ നല്ലോണം ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഷഫിൾ ചെയ്തിട്ട് നമുക്ക് അവരുടെ മോർണിംഗ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു കാർഡ് നമുക്ക് എടുത്ത് നോക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്കാണ് ഇന്ന് റീഡിംഗ്. മോർണിംഗ്, ഇത് ആഫ്റ്റർനൂണിന് ശേഷം. ഓക്കെ, ഇപ്പം ഞാൻ ഒരു 3 കാർഡ് സ്പ്രെഡാണ് എന്നും ചെയ്യാറുള്ള പോലെ ഇന്ന് ചെയ്യുന്നത്. നമുക്ക് അഡ്വാൻസ്ഡ് സ്പ്രെഡ്സ് ഇനിയുള്ള വീഡിയോസിൽ, വരുന്ന വീഡിയോസിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ആസ് സച്ച് ഞാനൊരു 3 കാർഡ് സ്പ്രെഡാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അവരുടെ ഇന്നത്തെ പേഴ്സണാലിറ്റി മേജർ ആർക്കാന കാർഡ് ഏതാണെന്ന് നോക്കാം. ദ എംപ്രസ് റിവേഴ്സ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇന്ന് മോർണിംഗ് അവർക്ക് എങ്ങനെയായിരിക്കും നോക്കാം. 2 ഓഫ് സ്വാർഡ്സ് അപ്രൈറ്റാണ് വന്നിരിക്കുന്നത്. ക്വീൻ ഓഫ് കപ്സ് ഉച്ചയ്ക്ക് ശേഷം ക്വീൻ ഓഫ് കപ്സ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണിത് മീൻ ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ റീഡിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അവരുടെ ഇന്നത്തെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ബേസിക്കായിട്ട് ദ എംപ്രസ് റിവേഴ്സ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് ടൈം ഫോർ സെൽഫ് ലവ്. അതായത് അവരെ തന്നെ കെയർ ചെയ്യുന്നില്ല കുറേ കാലമായിട്ട്, അല്ലെങ്കിൽ സെൽഫ് ക്യൂർ ഒക്കെ ചെയ്യേണ്ട ഒരു സമയമാണത്. അതായത് ബാക്കിയുള്ളവർക്ക് വേണ്ടി ഓടി നടക്കുകയാണ്, അവരവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഒരു ചെറിയ വാക്കിനോ പാർക്കിലേക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ ട്രിപ്പോ യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു അവനവന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട സമയമാണിത്. ഇനി മാക്സിമം ആയിക്കഴിഞ്ഞു, ബാക്കിയുള്ളവർക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ അവനവന് വേണ്ടി ഒട്ടും മാക്സിമം കെയർലെസ് ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട സമയമാണിത്. അതാണ് ദ എംപ്രസ് റിവേഴ്സിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ അതിനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്, നിങ്ങൾ അതിനനുസരിച്ച് വേണം ചെയ്യാൻ. മോർണിംഗിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്. അത് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് 2 കണ്ടില്ലേ, അതിൽ ആ പിക്ചറിൽ കാണാം, ഒരു ലേഡി ബ്ലൈൻഡാണ്. അവർ രണ്ട് സ്പോട്സ് 2 സൈഡിൽ, അതായത് അവർക്ക് 2 കാര്യങ്ങളുണ്ട്. അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, ഇത് ഏത് വേണം, ഏതാണ് എനിക്ക് റൈറ്റ് ചോയ്സ് എന്നുള്ളത് എടുക്കാൻ പറ്റുന്നില്ല അവർക്ക്. അപ്പോൾ അവരാകെ സ്ട്രക്കായി നിൽക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇന്ന് ഉത്രട്ടാതി നക്ഷത്രക്കാർ നിൽക്കുന്നത്. അപ്പോൾ ദേ ഹാവ് ടു ടേക്ക്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാർഡ് മേജർ ആർക്കാന കാർഡ് സെൽഫ് ലവ് ആണ് വന്നതെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള നിങ്ങളുടെ പാഷൻ അനുസരിച്ചിട്ടുള്ള ഡിസിഷൻ വേണം ഇന്ന് എടുക്കാൻ മോർണിംഗിൽ, അല്ലെങ്കിൽ യു വിൽ ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണത്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം എന്നുള്ളത് ക്വീൻ ഓഫ് കപ്സ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത്. അതും ഇതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ മാക്സിമം ഡ്രെയിൻഡ് ആയി കഴിഞ്ഞു ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെയ്ത്. ഇനി നിങ്ങൾക്ക് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് എന്നാണ് പറയുന്നത്. ഇമോഷണലി യു ആർ ഓൾറെഡി ഡ്രെയിൻഡ്. ഫോക്കസ് ഓൺ യുവർ വെൽബീയിങ്. ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പറയാനുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിംഗ്. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം, ഹാപ്പി ആയിട്ടിരിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.